വി അബ്ദുറഹ്മാനെതിരെ തിരൂരിൽ മുസ്ലിം ലീഗ് വ്യക്തിഹത്യ നടത്തുകയാണെന്നും അതിന് സമ്മതിക്കില്ല എന്നും LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആവേശകരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബഹുജന പിന്തുണയും പങ്കാളിത്തവും ഓരോ പ്രവർത്തനത്തിലും തിരൂരിൽ കാണാൻ സാധിക്കും. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ തിരൂരിൽ സാധാരണ കണ്ടുവരാത്ത വിധത്തിലുള്ള കള്ളപ്രചരണവും വ്യക്തിഹത്യയും വ്യാപകമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ടും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടും മാത്രമേ നമ്മളെല്ലാവരും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കുക, അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള വ്യാപകമായ പ്രചരണങ്ങളുമായിട്ട് ചരിത്രത്തിലാദ്യമായി നമ്മുടെ തിരൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മളിവിടെ കൂടുന്നത്. വി അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥി ആയി വന്നപ്പോൾ തിരൂരിലുണ്ടായൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിരൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വി അബ്ദുറഹ്മാൻ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിയായതോ നേതാവായതോ അല്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലം താനൂരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അന്തസ്സായിട്ട് നേതൃത്വം കൊടുത്ത് താനൂർ മണ്ഡലത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഭൂപ്രദേശമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സുമാർ താനൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ഓരോന്നും പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഏത് മേഖലക്കകത്താണെങ്കിലും വി അബ്ദുറഹ്മാൻ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു താനൂരിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഇന്നവിടെ ഗവൺമെൻറ് കോളേജിന് കെട്ടിടമായി, എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകൾക്കും ഏറ്റവും മികച്ച കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി. എന്തിനേറെ പറയുന്നു, മന്ത്രിയുടെ ഫണ്ട് എടുത്തിട്ട് MLA ഫണ്ട് എടുത്തിട്ടാണ് താനൂരിൽ റെയിൽവേ സ്റ്റേഷൻ മോടി പിടിപ്പിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഉണ്ണിയാലിൽ ഏറ്റവും മികച്ച സ്റ്റേഡിയം പണിതു. ഉണ്ണിയാൽ എന്ന് പറയുന്ന പ്രദേശം തിരൂരിലെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഫിഷറീസ് സ്കൂള് അവിടെ ഇപ്പോൾ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിസ്താരഭയം മൂലം അതിലേക്ക് കടക്കുന്നില്ല. അത്രയേറെ വികസന പ്രവർത്തനങ്ങളാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ആ താനൂർ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റി അവിടെ നിന്ന് അദ്ദേഹം തിരൂരിലേക്ക് വരികയാണ്. സ്വന്തം നാട്ടിൽ ഈ തിരൂരിൻ്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അതുകൊണ്ട് തന്നെ സാധാരണ സ്ഥാനാർത്ഥി പര്യടന വേളയിൽ കാണാത്ത ആളുകൾ വരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അവരെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അത് കണ്ട് വിറളി പൂണ്ടിട്ടുള്ള ലീഗ്, അതാണ് നമുക്ക് പറയാം. വിറളി പൂണ്ട ലീഗ് എന്തെല്ലാം തരത്തിൽ താറടിച്ച് കാണിക്കാൻ പറ്റും അതുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താ നമ്മുടെ തിരൂർ മണ്ഡലത്തിൻ്റെ അവസ്ഥ? ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നതൊഴിച്ച് നിർത്തിയാൽ, ഇടതുപക്ഷം വിജയിച്ചു എന്നതൊഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള കാലങ്ങളെല്ലാം ലീഗാണ് ജയിച്ചത്. ലീഗിൻ്റെ പ്രതിനിധിയായിരുന്നു. ഈ തിരൂർ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥക്ക് ആദ്യം മറുപടി പറയേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവരുടെ നേതാക്കന്മാരാണ് ഇത്രയും കാലവും MLA-മാരായും MP-മാരായിട്ടും ഈ കേരളത്തിൽ ഈ തിരൂരിലുണ്ടായിരുന്നത്. ഓരോ പ്രശ്നങ്ങൾ നമുക്കറിയാലോ, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ആ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ വി അബ്ദുറഹ്മാൻ ജയിക്കണം. എന്താ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധിയുടെ നിലപാട്?
ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്കറിയാം. കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കുകയും സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി മഞ്ഞക്കുറ്റി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ മഞ്ഞക്കുറ്റി പറിക്കാനുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ഇവിടുത്തെ ജനപ്രതിനിധി. മാത്രമല്ല, കേരളയിൽ കടന്നു പോകുന്ന മേഖലയിൽ ആവശ്യമായിടത്തൊക്കെ എലിവേറ്റഡ് സംവിധാനം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടും താമരക്കായൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് RSSൻ്റെ ഒപ്പം നിന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ്. താമര സമരം. അങ്ങനെ വികസനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമെന്ന് പറയുന്നത് തന്നെ വളരെ പ്രാകൃതമാണ്, ആധുനിക സമൂഹത്തിന് നിരക്കുന്നതല്ല. അത്തരമൊരു സാഹചര്യം കൊണ്ടാണ് നമ്മളെ മണ്ഡലം പിന്നോട്ട് പോയത്. ജനപ്രതിനിധിയുടെ വികസന വിരുദ്ധ കാഴ്ചപ്പാട് അതാണ് നമ്മുടെ നാടിനെ പിന്നോട്ട് കൊണ്ടുപോയത്.